കേരളത്തിന് പുതിയതായിട്ട് എത്ര കേന്ദ്രമന്ത്രിമാരുണ്ടാവും? അപ്പോൾ കേന്ദ്രമന്ത്രിമാരെ തീരുമാനിക്കണമെങ്കിൽ ഇപ്പം നിലവിലുള്ള കേന്ദ്ര മന്ത്രിസഭ, നരേന്ദ്രമോദിയുടെ മന്ത്രിസഭ പുനഃസംഘടന വേണം അല്ലേ? പുനഃസംഘടന ആലോചിക്കുന്നുണ്ട്. ഇപ്പോൾ ഉത്തർപ്രദേശ്, തെലങ്കാന, ആസാം യൂണിറ്റുകളുടെ നേതാക്കന്മാരുമായിട്ടൊക്കെയുള്ള ചില ചർച്ചകൾ നടക്കുന്നു. ഹെഡ് ക്വാർട്ടേഴ്സ് നടക്കുകയാണ്. ജനറൽ സെക്രട്ടറി വിനോദ് അവിടെ പങ്കെടുക്കുന്നുണ്ട് എന്നൊക്കെയുള്ള വാർത്തകൾ ദില്ലിയിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നരേന്ദ്രമോദി ഇപ്പോൾ മറ്റേ യൂറോപ്പ് പര്യടനം കഴിഞ്ഞിട്ട് തിരിച്ചു വന്നു. ഏറ്റവും അടുത്ത ദിവസം തന്നെ ചില നിർണായകമായ തീരുമാനങ്ങൾ ഉണ്ടാകും. കാരണം ഇപ്പം BJP അധ്യക്ഷനായിട്ട് നിതിൻ നബീൻ വന്നതിന് ശേഷം പാർട്ടി സംഘടനയുടെ പുനഃസംഘടന നടന്നിട്ടില്ല. ഈ 4-5 സംസ്ഥാനങ്ങൾ, ഡൽഹി, ഹരിയാന, ത്രിപുര, പഞ്ചാബ്, കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ പുതിയ അധ്യക്ഷന്മാർ വരണം. പിന്നെ പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വത്തിൽ ജനറൽ സെക്രട്ടറിമാരടക്കമുള്ള ആളുകൾ വരണം. പിന്നെ ഒരുപാട് പുതിയ രാജ്യസഭാ അംഗങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ മുൻ മുഖ്യമന്ത്രിമാരായിരുന്നവരുണ്ട്. അവർക്കൊക്കെ ചില ബർത്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ 2 വർഷം പൂർത്തിയാവുകയാണ്. ജൂൺ 15-ന് മിക്കവാറും ജൂൺ 15-ന് ശേഷം അല്ലെങ്കിൽ അതിന് തൊട്ട് ജൂൺ 15-ഓട് കൂടി കേന്ദ്ര മന്ത്രിസഭയുടെ പുനഃസംഘടന ഉണ്ടാകും എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടെയാണ് പ്രിയൻ ചോദിച്ച ചോദ്യത്തിൻ്റെ പ്രസക്തി. കേരളത്തിൽ നിന്ന് ഇനി ആരെങ്കിലും വരുമോ? കേരളത്തിൽ നിന്ന് ഇപ്പോൾ 2 മന്ത്രിമാരുണ്ട്. ജോർജ് കുര്യനുണ്ട്, സുരേഷ് ഗോപിയുണ്ട്. സുരേഷ് ഗോപി പാർലമെൻറ്റിൽ നിന്ന് വന്ന ആൾ, RSൽ നിന്ന്, രാജ്യസഭയിൽ നിന്ന് ജോർജ് കുര്യൻ. ഇനി ആര് എന്ന് ചോദിക്കുമ്പോൾ നേരത്തെ നമുക്ക് കേരളത്തിൽ നിന്ന് 2 മലയാളി ഗവർണർമാരുണ്ടായിരുന്നു. ബംഗാൾ ഗവർണറും ഗോവ ഗവർണറായിരുന്ന ശ്രീധരൻപിള്ള സാർ ഉൾപ്പെടെയുള്ള ആളുകളുണ്ടായിരുന്നു. ഇപ്പോൾ കേരളത്തിൽ നിന്ന് ഗവർണർമാരില്ല. കേരളത്തിൽ നിന്ന് BJPയുടെ കേന്ദ്ര നേതൃത്വത്തിൽ അബ്ദുള്ളക്കുട്ടി എന്നുള്ള വൈസ് പ്രസിഡൻ്റ് ഒഴികെ വൈസ് പ്രസിഡന്റുമാർ 1-ലേറെ പേരുണ്ട്. വേറെ ആരുമില്ല. അപ്പോൾ ചില സാധ്യതകൾ കേരളത്തിലുണ്ട്. ഓക്കെ, മുരളീധരൻ കേരളത്തിലെ MLA, മുരളീധരൻ, രാജീവ് ചന്ദ്രശേഖർ, പിന്നെ ചാത്തന്നൂർ BB ഗോപകുമാർ. അപ്പോൾ വലിയ നാഷണൽ ലെവൽ അല്ലെങ്കിൽ സ്റ്റേറ്റ് ലെവൽ ലീഡറൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് കേരളത്തിൽ നിന്ന് സാധ്യത ഉള്ള 2 പേരുകൾ ഒഴിവാക്കപ്പെട്ടിട്ടുണ്ട്. അവർ കേരളത്തിലെ MLA മാരായിരിക്കുന്നു. ഇനി ആരാണ്? ഇനി കേരളത്തിൽ നിന്ന് ഉറപ്പായിട്ടും പരിഗണിക്കപ്പെടാവുന്ന പേരുകൾ എടുക്കുമ്പോൾ നമുക്ക് വളരെ പെട്ടെന്ന് ഓർമ്മയിൽ വരുന്ന 2 പേരുകൾ എന്ന് പറയുന്നത് കെ സുരേന്ദ്രൻ, ശോഭാ സുരേന്ദ്രനാണ്. കെ സുരേന്ദ്രനെ സംബന്ധിച്ച് കെ സുരേന്ദ്രൻ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ വോട്ട് നേടിയ സ്ഥാനാർത്ഥിയാണ്. സുരേന്ദ്രൻ തോറ്റു എന്ന് ഞാൻ പറയില്ല. പലയിടത്തും വിജയിച്ച MLA-മാർക്കാട്ടിലും വോട്ട് കിട്ടി. CPM-ൻ്റെ 25,000 വോട്ട് കാണാതെ പോയി. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ CPM-ന് കിട്ടിയ 45,000-ൽ പരം വോട്ടുകൾ ഇത്തവണ 20,000 വോട്ടുകളായിട്ട് ചുരുങ്ങി. എന്ന് പറഞ്ഞാൽ ആ വോട്ടുകൾ അത്രയും സുരേന്ദ്രനെ തോൽപ്പിക്കാൻ വേണ്ടി UDF-ന് മറിച്ചു കൊടുത്തു. അപ്പോൾ ഫലത്തിൽ ജയിച്ചിരിക്കുന്നത് സുരേന്ദ്രൻ തന്നെയാണ്. സാങ്കേതികമായി നിയമസഭയിലെത്തിയില്ല എങ്കിൽ പോലും ധാർമ്മിക വിജയം സുരേന്ദ്രനുണ്ട്. വേണമെങ്കിൽ സംഖ്യകളെ വേണമെങ്കിൽ അങ്ങനെ പറഞ്ഞോടാ എന്നൊക്കെ പറഞ്ഞ് താഴെ വന്ന് കമൻ്റ് ഇടാം. പക്ഷേ അതല്ലേ നമ്മൾ നിഷ്പക്ഷമായി ആലോചിക്കുക. ഒരു സ്ഥാനാർത്ഥി 3 സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നു, 3 മുന്നണികൾ മത്സരിക്കുന്നു. അതിലൊരാൾ ജയിക്കുമെന്ന് ഉറപ്പായപ്പോൾ മറിച്ച് അപ്പുറത്ത് കുത്തലല്ല, വേണമെങ്കിൽ ഒറ്റയ്ക്കൊറ്റയ്ക്ക് വാടാ എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. അത് നല്ല തന്തയ്ക്ക് വർക്കുന്നവർക്ക് മാത്രമേ ഒറ്റയ്ക്കൊറ്റയ്ക്ക് നേരിടാം. അല്ലെങ്കിൽ പിന്നിൽ നിന്ന് കുത്തുന്ന ചന്തുമാർ എക്കാലത്തും ഉണ്ടാകും. CPM കേരളത്തിൽ ആ ചന്തുവിൻ്റെ വേഷം കിട്ടി. ബംഗാളിലിപ്പോൾ CPM-ന് വഴിയിലിറങ്ങി നടക്കണമെങ്കിൽ BJP-ക്കാരുടെ സംരക്ഷണം വേണം. BJP അധികാരത്തിൽ വന്നപ്പോഴാണ് CPM-ന് MA ബേബിക്കും വൃന്ദ കാരാട്ടിനും കൂടെ ഒരു റാലി നടത്താൻ പറ്റിയത്. ഇപ്പോൾ ഇന്ത് ഫൽത്തയിൽ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. അവിടെ CPM-ൻ്റെ സ്ഥാനാർത്ഥിക്ക് പ്രചരണം നടത്താൻ പറ്റുന്നത് BJP അധികാരത്തിൽ വന്നിട്ടാണ്. CPM-ന് കഴിഞ്ഞ 15 വർഷമായി നഷ്ടപ്പെട്ടു പോയ പാർട്ടി ഓഫീസുകൾ തിരിച്ചു കിട്ടിയത് BJP വന്നതുകൊണ്ടാണ്. ഭരണമാറ്റം കൊണ്ട് വലിയ ഗുണമുണ്ടായിരിക്കുന്നു, ജനാധിപത്യം തിരിച്ചു വന്നിരിക്കുന്നു എന്നാണ് സാക്ഷാൽ MA ബേബി മാധ്യമങ്ങളോട് പറഞ്ഞത്. പക്ഷേ അവിടെ വഴിയിലിറങ്ങി നടക്കാൻ അവസരം ഉണ്ടാക്കിയ BJP-യെ പിന്നിൽ നിന്ന് കുത്തുന്ന തന്തയ്ക്ക് പുറക്കാത്ത പണിയാണ് കേരളത്തിൽ CPM നടത്തിയത്. എന്നിട്ടോ അവർക്ക് ഭരണം പോയത് മാത്രമല്ല, CPM-ൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ദയനീയ പരാജയങ്ങളിലൊന്ന് ഏറ്റുവാങ്ങിക്കൊണ്ട് വീട്ടിൽ കുത്തിരിക്കേണ്ട അവസ്ഥ വന്നു. ഇത്രയും അപഹാസ്യമായ ഒരു പരാജയം CPM-ന് കിട്ടിയിട്ടില്ല. അതിനിടയ്ക്കും ഈ പണി കാണിച്ചിരുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കേരളത്തിലെ ഏറ്റവും പ്രോമിസിംഗ് ആയിട്ടുള്ള സുരേന്ദ്രൻ്റെ കാലത്താണ് ഏതാണ്ട് 20% വോട്ടുകൾ BJP നേടിയത്. സുരേന്ദ്രൻ്റെ കാലത്താണ് ഒരു പാർലമെൻറ്റ് സീറ്റ് മത്സരിപ്പിച്ച് ജയിപ്പിച്ചത്. ആ സുരേന്ദ്രന് ഒരു പദവി വേണ്ടേ? ന്യായമാണ്. സുരേന്ദ്രന് ഒരു ഗവർണർ സ്ഥാനം കൊടുക്കാം, അല്ലെങ്കിൽ ഒരു കേന്ദ്രമന്ത്രി സ്ഥാനം കൊടുത്താൽ പോലും അധികമല്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കേന്ദ്ര ജനറൽ സെക്രട്ടറിമാരുടെയോ അല്ലെങ്കിൽ ദേശീയ തലത്തിലൊരു പോസ്റ്റ് കൊടുക്കാം. ഇങ്ങനെയുള്ള സാധ്യതകൾ തള്ളാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ മന്ത്രിസഭാ പുനഃസംഘടന മാത്രമല്ല, പാർട്ടിയിലെ ഒരു പ്രധാനപ്പെട്ട പദവി, ഇപ്പോൾ വിനോദ് താവഡയെക്കുറിച്ച് നമ്മൾ പറഞ്ഞു, ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹം വലിയ സ്വാധീനമുള്ള, ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന ഒരു നേതാവായിട്ട് മാറി. ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന
ഒരു നേതാവാണ് കെ സുരേന്ദ്രൻ. കാരണം മോദി ഈ സുരേന്ദ്രനെ കുറിച്ച് പറഞ്ഞതെന്നറിയാം, ബഡാ ഫൈറ്റർ ഹേ എന്നാ. അങ്ങനെയുള്ള ഫൈറ്ററായിട്ടുള്ള സുരേന്ദ്രന് ഒരു പദവി ഉറപ്പായും കിട്ടും എന്നാണ് ഞാൻ കരുതുന്നത്. സുരേന്ദ്രനെ ഈ ഗവർണറാക്കി മാറ്റുമോ എന്നൊന്നും ഞാൻ കരുതുന്നില്ല, എനിക്കറിയില്ല. ഏതായാലും പാർട്ടിയാണ് തീരുമാനിക്കുന്നത്, നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. എപ്പോഴും ഞെട്ടിപ്പിക്കുന്ന തീരുമാനങ്ങൾ എടുത്തിട്ടുള്ള പാർട്ടിയാണ് BJP. അതുകൊണ്ട് നമുക്കറിയാം, ദ്രൗപദി മുർമു രാഷ്ട്രപതിയാവുമെന്ന് നമ്മളാരും കരുതിയില്ല. എന്തിന് നിതിൻ നബീൻ BJPയുടെ അധ്യക്ഷനാകുമെന്ന് ഇന്ത്യയിൽ ഒരൊറ്റ മാധ്യമവും പറഞ്ഞില്ല. ചിലപ്പോൾ വനിതകളെ വരെ ആക്കൂത്തൊക്കെ പറഞ്ഞിട്ട് ആളുകളുടെ പേരൊക്കെ പറഞ്ഞ് വാർത്തകൾ കൊടുത്തു രസിക്കുമ്പോഴാണ് നിതിൻ നബീൻ, ബീഹാറിലെ റോഡ് വകുപ്പ് മന്ത്രിയായിരുന്ന നിതിൻ നബീൻ BJPയുടെ അധ്യക്ഷനായിട്ട് വരികയും മോദി പറയുന്നു എൻ്റെ ബോസാണ് ഇതെന്ന് പറയുകയും ചെയ്തത്. അതാണ് BJP. അപ്പോൾ അതൊന്ന്. പിന്നെയുള്ളത് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് സുരേന്ദ്രൻ്റെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പറയേണ്ടത് ശോഭാ സുരേന്ദ്രൻ്റെയാണ്. ആരുടെ പേര് ആദ്യം പറയണം എന്നുള്ള കൺഫ്യൂഷനുണ്ട്. ഏതായാലും ശോഭാ സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം ശോഭ പാലക്കാട് പരാജയ സാധ്യത ഉണ്ട് എന്നറിഞ്ഞിട്ട് മത്സരിച്ചാണ്. അതേസമയം മഞ്ചേശ്വരത്ത് സുരേന്ദ്രൻ മത്സരിച്ച അമിത്ഷാ പറഞ്ഞിട്ടാണ് അവിടെ പോയി മത്സരിക്കുന്നത് പറഞ്ഞു. അമിത്ഷാ പറഞ്ഞിട്ട് മത്സരിക്കും. സുരേന്ദ്രൻ വേണമെങ്കിൽ തിരുവനന്തപുരത്തെയോ അല്ലെങ്കിൽ ഉറപ്പായി ജയിക്കാൻ കുറെ കൂടെ അനുകൂലമായിട്ടുള്ള, അതായത് ഹിന്ദു വോട്ടുകളേക്കാൾ കൂടുതൽ മുസ്ലിം വോട്ടുകളുള്ള സീറ്റാണ് മഞ്ചേശ്വരം. അത് ഹിന്ദു വോട്ടുകൾ നിർണായകമായിട്ടുള്ള ഒരു സീറ്റിൽ സുരേന്ദ്രന് മത്സരിക്കാമായിരുന്നു. പക്ഷേ പോരാളിയാണ് സുരേന്ദ്രൻ, അവിടെ പോയി മത്സരിച്ചു എന്ന് പറയുന്നത് പോലെയാണ് പാലക്കാട് ശോഭയും പോയത്. ശോഭയെ സംബന്ധിച്ച് ശോഭ ഏത് മണ്ഡലത്തിൽ പോയാലും അവിടെ മണ്ഡലം തനിക്ക് അനുകൂലമായി മാറ്റുന്ന ഒരു ട്രെൻഡുള്ള ആളാണ്. പാലക്കാട് ഒരുപാട് ഘടകങ്ങൾ ശോഭയ്ക്കെതിരെ വർക്ക് ചെയ്തിട്ടുണ്ട്. നെഗറ്റീവ് ക്യാമ്പയിനുണ്ട്, പിന്നെയുള്ള മറ്റു ചില പ്രശ്നങ്ങളുണ്ട്. ഇതെല്ലാം നമുക്ക് അറിയാം, ശോഭയ്ക്കും ബോധ്യമുണ്ട്. അപ്പോൾ ഏതായാലും ശോഭയെ സംബന്ധിച്ച് ഇനിയിപ്പോൾ സമീപകാലത്ത് തെരഞ്ഞെടുപ്പുകളൊന്നുമില്ല. കേരളത്തിൽ കേന്ദ്ര സർക്കാരിൽ ഒരു ഫയർ ബ്രാൻഡ് കേന്ദ്രമന്ത്രി ഉണ്ടാവുന്നത് മോശപ്പെട്ട കാര്യമൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് ഒരുപക്ഷെ ശോഭാ സുരേന്ദ്രനെ ഒരു കേന്ദ്രമന്ത്രിയാക്കാൻ സാധ്യതയുണ്ട്. കാരണം ഞാൻ പറയുന്നത് ഇപ്പോൾ രണ്ട് പേരില്ലേ, അപ്പോൾ ഇനി ഒന്നുകൂടെ കിട്ടുമോ എന്ന് ചോദിച്ചാൽ കേരളത്തിൽ ഒരു MP-യും 3 MLA-മാരും ഉണ്ടെന്നേ. അപ്പോൾ ഒരു 3 കേന്ദ്രമന്ത്രിമാരും കൂടെ വന്നാൽ കേരളത്തിൽ കുറച്ചുകൂടെ കാര്യമായി നമുക്കൊരു പൂരം നടത്താൻ പറ്റും. ഒരു മേയറും ഡെപ്യൂട്ടി മേയറും ഉണ്ട്. അപ്പോൾ കേരളം വല്ലാതെ മാറുകയാണ്. അപ്പോൾ കേരളത്തിനൊരു പ്രാതിനിധ്യം, ഒരു ബർത്ത് കൊടുക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ തന്നെ 30 കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിമാരുണ്ട്, 30 മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ്സ് ഉണ്ട്, സഹമന്ത്രിമാരുണ്ട്. പിന്നെ ഒരു 5 പേര് സ്വതന്ത്ര ചുമതലയുള്ള മന്ത്രിമാരുണ്ട്. 71 പേരാണ് ഇപ്പോൾ ക്യാബിനറ്റ് സഹമന്ത്രിമാർ, സ്വതന്ത്ര ചുമതലയുള്ള മന്ത്രിമാരായിട്ട് ഇപ്പോൾ കേന്ദ്ര മന്ത്രിസഭയിലുള്ളത്. അതിൻ്റെ കൂടെ ഒരു 4-5 പേര് കൂടുകയും ചെയ്ത കുഴപ്പമൊന്നുമില്ല. മാത്രമല്ല ചിലരുടെയൊക്കെ കാലാവധി, രാജ്യസഭയിൽ ഇപ്പോൾ റൊട്ടേഷൻ ആണല്ലോ, ഇതിൽ ചില മന്ത്രിമാരുടെ രാജ്യസഭാ ടൈം കഴിയും. അതോടൊപ്പം തന്നെ ഇപ്പോൾ മന്ത്രിമാരായിരിക്കുന്ന ചില ആളുകളെ സംഘടനാ തലത്തിലേക്ക് തിരിച്ചുവിടാനും BJP ആലോചിക്കുന്നുണ്ട്. അപ്പോൾ ഈ 71-ൽ ചില ആളുകളൊക്കെ മാറാൻ സാധ്യതയുണ്ട്. അപ്പോൾ കേരളത്തിന് ഉറപ്പായും കേന്ദ്രമന്ത്രിസഭയിൽ ഗവർണർഷിപ്പിൽ ഇപ്പോൾ നമ്മുടെ ഗവർണർ തമിഴ്നാട്ടിൻ്റെ ചാർജൂടെയാണ്. അപ്പോൾ തമിഴ്നാട്ടിലൊരു ഗവർണർ വേണം, അല്ലെങ്കിൽ കേരളത്തിലൊരു ഗവർണർ വേണം. അപ്പോൾ സ്വാഭാവികമായിട്ടും മലയാളിയായ ഒരാളെ ഇവിടെ തന്നെ ഗവർണറാക്കില്ല എന്നതുകൊണ്ട് തമിഴ്നാട്ടിലൊരു പുതിയ ഗവർണറുടെ സാധ്യതയുണ്ട്. പിന്നെ മാത്രമല്ല BJPയുടെ കേന്ദ്ര മന്ത്രിസഭയിലേക്ക് ഒരു സഹമന്ത്രി കൂടെ വന്നാൽ നേരത്തെ പറഞ്ഞ പോലെ ഒന്നും സംഭവിക്കാനില്ല. പായസത്തിന് നെയ്യ് കൂടുന്നത് കൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ പറയുക. പിന്നെ മാത്രമല്ല സംഘടനാ ചുമതലകളിലേക്കും ആളുകൾ വരാം. പിന്നെ മാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത് മന്ത്രിസഭയെ മാറ്റുമെന്ന് ചോദിച്ചാൽ തമിഴ്നാട്ടിൽ വലിയ തിരിച്ചടി കിട്ടി. തമിഴ്നാട്ടിൽ അണ്ണാമലയായിരുന്നു ശരി എന്നിപ്പോൾ എല്ലാവർക്കും ബോധ്യപ്പെടുന്നുണ്ട്. അണ്ണാമലയെ പ്രസിഡന്റ് സ്ഥാനത്ത് മാറ്റണമെന്ന് എടപ്പാടി ആവശ്യപ്പെട്ടു, മാറ്റി. അണ്ണാമലയെ മത്സരിപ്പിക്കരുതെന്ന് ആവശ്യപ്പെട്ടു, മത്സരിപ്പിച്ചില്ല. ഇപ്പോഴോ അണ്ണാമലയുടെ കൂടെയുള്ള 25 MLA-മാർ AIADMK അനുകൂലമായി വോട്ട് ചെയ്തു. പക്ഷേ അവർക്കിട്ടിപ്പോൾ വിജയ് ജയിച്ചു, അവർക്കൊക്കെ മന്ത്രിസ്ഥാനം കൊടുക്കില്ല എന്ന് പറഞ്ഞു. വിജയ് ഒപ്പം നിർത്തണമെന്നായിരുന്നു അണ്ണാമല പറഞ്ഞിരുന്നത്. അതെ. അപ്പോൾ വല്ലാത്ത ചില പ്രശ്നങ്ങളുണ്ട്. അപ്പം തീർച്ചയായിട്ടും തമിഴ്നാട്ടിൽ നിന്നുള്ളൊരു നേതാവിന് അത് അണ്ണാമലയായിരിക്കാം ഒരു ബർത്ത് കൊടുക്കണ്ടേ, ഒന്നുകിൽ ഒരു ദേശീയ ജനറൽ സെക്രട്ടറി, അതല്ലെങ്കിൽ കേന്ദ്രമന്ത്രി സ്ഥാനം. അപ്പോൾ ഗവർണറായിട്ട് പോകുമെന്നറിയില്ല. ശോഭാ സുരേന്ദ്രൻ നേരത്തെ ഞാൻ കേട്ടിട്ടുള്ളതാണ്, ദേശീയ വനിതാ കമ്മീഷൻ്റെ ചുമതലയിലേക്ക് ശോഭാ സുരേന്ദ്രൻ വരുന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടിരുന്നു. പക്ഷേ അതൊന്നും എനിക്ക് തോന്നുന്നില്ല. സജീവ രാഷ്ട്രീയത്തിൽ നിൽക്കുന്ന ആളുകൾ ഇങ്ങനത്തെ ഒരു സീറ്റെടുത്ത് പോകുമെന്നറിയില്ല. പക്ഷേ അതൊന്നുമില്ല, അങ്ങനെ പോയിട്ട് തിരിച്ചു വന്ന് രാഷ്ട്രീയത്തിൽ ഇടപെട്ട എത്രയോ പേരുണ്ട്. പാർട്ടി ഏൽപ്പിക്കുന്ന ചുമതല ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം. ഏതായാലും കേരളത്തിൽ ശോഭാ സുരേന്ദ്രനും കെ സുരേന്ദ്രനും അർഹമായ ചില പദവികൾ വരുന്നുണ്ട് എന്ന് തന്നെയാണ് കേൾക്കുന്നത്. ഇപ്പോൾ രാജ്യസഭയിൽ BJPക്ക് ഇപ്പോൾ 113 MP-മാരുണ്ട്, NDAക്ക് 148. ഈ പറയുന്ന ജൂൺ മുതൽ
നവംബർ വരെയുള്ള മാസത്തിൽ 34 സീറ്റുകൾ ഒഴിവ് വരുന്നുണ്ട്. ഒഴിവ് വരുന്നതിന് പകരം ഇനിയിപ്പോൾ കിട്ടാൻ വരുന്ന പുതുതായിട്ട് തിരഞ്ഞെടുക്കപ്പെടേണ്ട ആളുകളുടെ എണ്ണം കൂടെ നോക്കുമ്പോൾ ഈ ജൂൺ മാസത്തിൽ ആന്ധ്രയിൽ 4, ഗുജറാത്തിൽ 4, രാജസ്ഥാനിൽ 3, കർണാടകയിൽ 4, മധ്യപ്രദേശിൽ 3, പിന്നെ മേഘാലയയിൽ 1, ജാർഖണ്ഡിൽ 1, അരുണാചൽ പ്രദേശിൽ 1, മിസോറാമിൽ 1, നവംബർ മാസത്തിൽ UP-യിൽ 10 സീറ്റുകൾ, ഉത്തരാഖണ്ഡിൽ 1 സീറ്റ്, അങ്ങനെ കുറേ ഒഴിവുകൾ രാജ്യസഭയിലേക്ക് വരുന്നുണ്ട്. അതിൽ പലരും ജയിച്ച് വരാനൊക്കെ പോകുന്നത് കേന്ദ്രമന്ത്രിമാരാകാൻ സാധ്യതയുള്ള ആളുകൾ വരുന്നുണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും ജൂൺ 15 നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഒരു പുനഃസംഘടന ഉണ്ടാകും. കേരളത്തിന് ബർത്തുണ്ടാകും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. അത് ആരാവണമെന്ന് പാർട്ടി തീരുമാനിക്കട്ടെ. ഏതായാലും സംഘടനാ തലത്തിലും ചില അഴിച്ചുപണികൾ വരുന്നുണ്ട്. കേരളത്തിൽ നിന്നുള്ള ചില നേതാക്കൾ ദേശീയ തലത്തിലേക്കും വരുമെന്ന് നമുക്ക് ഉറപ്പായിട്ട് പ്രതീക്ഷിക്കാം. ഏതായാലും നമ്മൾ ഈ തിരുവനന്തപുരം മേയർ ആരായിരിക്കും എന്നുള്ള ചർച്ചയിൽ നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ടേ, മേയർ ആരാവണമെന്ന് എല്ലാവരും വാശിക്ക് ഓരോരുത്തരുടെ മേയറാക്കി. നമ്മൾ ആരെയും മേയറാക്കിയില്ല. നമ്മൾ പറയും മേയറാവാൻ യോഗ്യതയുള്ള ഒരുപാട് പേരുണ്ട്. ആര് വേണമെന്ന് BJP തീരുമാനിക്കട്ടെ എന്ന് പറയുന്ന പോലെ നരേന്ദ്രമോദിയുടെ മന്ത്രിസഭയിലേക്ക് ആര് വരണമെന്നുള്ളത് പാർട്ടിയും മോദിയും തീരുമാനിക്കും. പാർട്ടിയുടെ സംഘടനാ ചുമതലകളിലേക്ക് ആര് വരണമെന്ന് പാർട്ടി തീരുമാനിക്കും. നിതിൻ നബീൻ തീരുമാനിക്കും. നമ്മളിപ്പോൾ കേരളത്തിൽ ഇങ്ങനെയൊക്കെ ആളുകളുണ്ട് എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അപ്പോൾ അവരൊക്കെ നമുക്ക് പ്രിയപ്പെട്ടവരാണ്, കേരളത്തിലെ ജനങ്ങൾക്ക് പ്രിയപ്പെട്ടവരാണ്. അവരൊക്കെ പുതിയ ഉണർവോടെ പുതിയ അവസരങ്ങളിലേക്ക് കടന്നു വരട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. ഏതായാലും പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇത് നമുക്ക് ഇങ്ങനെയൊക്കെ പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മുടെ ചാനൽ കണ്ടിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും ഉറപ്പായും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് വിനയപൂർവ്വം ഓർമ്മിപ്പിക്കുന്നു.